വയനാട് മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടി കാട്ടിൽ വിട്ട കുട്ടിയാനയ്ക്ക് അമ്മയാനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നമ്മൾ നേരത്തെ ഈ വാർത്ത വിട്ടിരുന്നു. ഈ കുട്ടിയാനയുടെ കാര്യം, ഈ തുള്ളിച്ചാടി നടക്കുന്ന കുട്ടിയാന വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയെ RRT സംഘം പിടികൂടി മുത്തങ്ങ ക്യാമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കഥ കേട്ടാൽ ഒരു വല്ലാത്ത കഥയാണ് കേട്ടോ. സുർജിത്ത് അയ്യപ്പത് ടെലിഫോണിൽ ചേരുന്നു. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഈ കുട്ടിയാനെ ചികിത്സിച്ച് കാട്ടിലേക്ക് കൊണ്ടുവിട്ടതല്ലേ ഈ RRT സംഘം? എന്നിട്ട് വീണ്ടും ഈ ആനക്കൂട്ടം ഈ കുട്ടിയാനെ അംഗീകരിക്കാതെ പോയതാണോ? എന്താണ് കഥ? അത് തന്നെയാണ് കഥ. SKN കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മുള്ളൻകൊല്ലിയിൽ കൂട്ടം തെറ്റി ആന വന്നത്. പക്ഷെ ആനക്കുട്ടി കടുവയുടെ ആക്രമണത്തിന് വിധേയനായിരുന്നു. അതിന്റെ തുമ്പിക്കൈയും ഒപ്പം തന്നെ കാലിനൊക്കെ ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പിടികൂടിയ ശേഷം നേരെ എത്തിച്ചത് ബേഗൂരിലേക്കാണ്. ബേഗൂരിൽ വെച്ച് ചികിത്സ നൽകി. പക്ഷേ ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടയച്ചു. ഇതിനുശേഷം വനംവകുപ്പ് ഇതിനെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ നിരീക്ഷണത്തിനൊടുവിൽ ഇതിനെ ഈ ആനക്കൂട്ടം തള്ളയാന ഉൾപ്പെടെ ഇതിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. അത് കാട്ടിക്കുളം കാർമൽ എസ്റ്റേറ്റിന് സമീപത്താണ് ഇന്ന് കുട്ടിയാനയെ കണ്ടത്. ഇതിന് പിന്നാലെ വെറ്റിനറി ടീമിന്റെ നേതൃത്വത്തിൽ കുട്ടിയാനയെ പിടികൂടി. മുത്തങ്ങയിലാണ് ഇനി ഉള്ള കാലം ഈ കുട്ടിയാന ഉണ്ടാവുക. അത്യാവശ്യം കുട്ടിക്കുറുമ്പൊക്കെ കാട്ടി മുത്തങ്ങ ആനപ്പന്തിയിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട്. കുട്ടിക്കുറുമ്പൊക്കെ കാട്ടി നിറഞ്ഞു നിൽക്കുകയാണ് ഈ കുട്ടിയാന. എന്തായാലും 6 മാസം പ്രായമുള്ള കുട്ടിക്കൊമ്പനാണിത്. ഈ കടുവയുടെ ആക്രമണത്തെ തുടർന്നാണ് ഇതിന് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റത്. അങ്ങനെ തള്ളയാനയിൽ നിന്ന് വേർപെട്ട് ഈ മുള്ളൻകൊല്ലി തൃശ്ശിലേരിക്ക് അടുത്തുള്ള മുള്ളൻകൊല്ലിയിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ പിടികൂടിയത്. എന്തായാലും നോർത്ത് DFO മാർട്ടിൻ ലോവലും ഒപ്പം തന്നെ ഡോക്ടർ അജേഷ് മോഹൻദാസും ബയോളജിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണുവും അവിടുത്തെ റേഞ്ച് ഓഫീസറായിട്ടുള്ള രജിത് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിനെ വീണ്ടും പിടികൂടി മുത്തങ്ങയിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി പരിക്കൊക്കെ ഭേദമായി ആന സുഖപ്പെട്ട് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. അത്യാവശ്യം ആനപ്പന്തിയിൽ ഓടി ചാടി കളിക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഈ ആനക്കുട്ടിയെ കാണാനും കഴിയുന്നത്. SKN. താങ്ക് യു സുർജിത്ത്.